64 വെയിറ്റ്, ഇപ്പം 61. ഒരാഴ്ച ആവാറായി. ആസ്ട്രോളജി സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടിട്ടുമായിരുന്നു. അയ്യോ, അത് കറക്റ്റ് എന്താണോ ഞാൻ എങ്ങനെയായിരുന്നു അതൊക്കെ തന്നെ പറഞ്ഞു. ഇത്ര ഇതാണ് ഞാൻ മനസ്സിൽ വെച്ചിരുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. 8 വയസ്സ് 10 മാസം 2 ദിവസം അല്ലേ? ഓക്കെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല, അങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന പ്രശ്നമുണ്ടോ? ഉണ്ടല്ലേ? പരസ്പരം ഒരു ഞാൻ പറയുന്നത് അങ്ങോട്ട് ക്ലിയർ ആളുകൾക്ക് ഞാൻ ചോദിക്കുന്നതിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫാമിലിയിൽ അങ്ങനെ ഉണ്ടാവണം. അമ്മയുമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമ്മയായിട്ട് എപ്പോഴും ഒരു പ്രശ്നം അല്ലേ? ഉണ്ട്. ഓക്കെ. അത്യാവശ്യം സാഹിത്യം അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാകണം. കലാസാഹിത്യം, മൾട്ടി ടാലൻറ്റഡാണ്. പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കണം. അതെ. 2 കൈക്ക് ഒരേപോലെ സ്വാധീനം കാണും. ഒന്നിന് മീൻസ് ഇപ്പോൾ ചിലർക്ക് റൈറ്റ് ഹാൻഡിൽ കിട്ടുന്ന അത്രയും ബലം ലെഫ്റ്റ് ഹാൻഡിൽ കിട്ടണമെന്നില്ല. പക്ഷേ ചന്ദ്രനക്ക് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ഒരു പവർ കാണും. കൈക്ക് തഴമ്പുള്ള ബലമുള്ള കൊടുക്കണം അത്യാവശ്യം. ഓക്കെ. ഇപ്പോൾ ഫാമിലിയിൽ കാലിന് പ്രശ്നമുള്ള ആരെങ്കിലും, അച്ഛനോ അമ്മയ്ക്കോ കാലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒന്നുമില്ല? വെരിക്കോസ് കാലിന് ഇഷ്യൂ ഇല്ലേ? അല്ലേ? ഈ നമ്മൾ ഈ ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിലേ അത് പെട്ടെന്ന് ആരും പിടിക്കത്തില്ല അല്ലേ? അല്ലേ? വളരെ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യുന്നത്. വളരെ പ്ലാൻഡായിട്ട് എല്ലാം ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ. അതേപോലെ തന്നെ ഈ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതായത് ചന്തു ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ചന്തുവിന് തന്നെ പ്രശ്നങ്ങളുണ്ടാവും ചില കർമ്മങ്ങൾ വെച്ചിട്ട്. ഇപ്പോൾ ഫിലോസഫിക്കൽ ഈ തത്വചിന്തയും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അത്യാവശ്യം മൂല്യങ്ങൾ വളരെ ഇതായിട്ട്, ചില മൂല്യങ്ങൾ വളരെ ഇതായിട്ട് പിടിക്കുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വിമർശനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ? അതെ. ഭയങ്കര പിടിവാശിയാണ്. എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം, ചെയ്യാതെ സമാധാനം വരത്തില്ല. അതെ. അപ്പം മുൻകോപം കുറയ്ക്കണം. ഫാമിലിപരമായ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ മുൻകോപം ഉണ്ടാവും. ഷോർട്ട് ടെമ്പേർഡാണ് പെട്ടെന്ന് അല്ലേ? അത് പ്രശ്നങ്ങളുണ്ടാക്കും. അത് ശ്രദ്ധിക്കുക. ഒപ്പം കുട്ടികളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് മുൻകോപം കുറയ്ക്കുക. അവരുമായിട്ടൊരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് കുട്ടികളുമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. പൊതുവേ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു ഗ്യാങ്ങായിട്ട് ചെയ്യാനാണ് താല്പര്യം അല്ലേ പൊതുവെ. പക്ഷേ എന്നാലും വീടുകളിൽ വല്ല അങ്ങനെ സാഹചര്യങ്ങളിൽ ഒന്ന് ഒതുങ്ങി അധികം സംസാരിക്കാത്തൊരു പ്രകൃതം ആയിരിക്കണം അല്ലേ? അതെ. അതെ. ഓക്കെ. അതുപോലെ തന്നെ ഈ അമ്മയുടെ ഫാമിലിയിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അമ്മയുടെ ഫാമിലിയിൽ ആരെങ്കിലും മുഖേന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? കുഞ്ഞിലെ പ്രശ്നങ്ങളുണ്ടല്ലേ? ഓക്കെ. അത് പക്ഷേ തമ്മിലല്ല, എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഫാമിലിയിൽ ഈ പട്ടാളത്തിലോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പട്ടാളം, പോലീസ്, സെക്യൂരിറ്റി, നേഴ്സ്, അങ്ങനെ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആരുമില്ല? ഓക്കെ. ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അത്ര അറ്റാച്ച്മെന്റ്. കണ്ണിന് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടോ ഇപ്പോൾ എന്തെങ്കിലും? ഇല്ല. കണ്ണിന് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണ് ശ്രദ്ധിക്കണം. കണ്ണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫാമിലിയിൽ നിന്ന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാവും. അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്സും ഒക്കെ അനുഭവപ്പെടും അല്ലേ? സാമ്പത്തികമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. സമ്പാദിക്കാൻ, പണം സൂക്ഷിച്ച് വയ്ക്കാൻ, സ്വരൂപിച്ച് വയ്ക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ സ്വരൂപിച്ച് വയ്ക്കുന്ന പോലെ തന്നെ ചിലവാകും അല്ലേ? അപ്പോൾ അതും സൂക്ഷിക്കുക.
പിന്നെ ബിസിനസ്സിനോടൊക്കെ താല്പര്യം, ബിസിനസ് മൈൻഡഡ് ആയിരിക്കും, ബിസിനസ്സിനോട് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടാവും, അതുവഴി സമ്പാദിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കണം, അവർ സൂക്ഷിക്കണം ചന്തുവിനെ. അതെ, അങ്ങനെയാണ്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ഒന്ന് ആണല്ലേ? വളരെ ഇതുണ്ടാവണം. പിന്നെ പ്രണയം പോലുള്ള കാര്യങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതുമൂലം ആ തീർച്ചയായും പിന്നെ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു അഫെയറിലേക്ക് പോകുമ്പോൾ ചന്തു കൂടുതലും ശ്രദ്ധിക്കുന്നത് ആ വ്യക്തിയുടെ സംസാരം എങ്ങനെയാണ്, സംസാരം കൂടുതലും ശ്രദ്ധിക്കും. വളരെ രസികനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അട്രാക്റ്റഡ് ആവും ചന്തു, അല്ലേ? അതെ, ഓക്കെ. അതുപോലെ തന്നെ ചന്തുവിന് വരാൻ പോകുന്ന ഹസ്ബൻഡ് എന്ന് പറയുന്നത് കലാപരമായ കാര്യങ്ങളിലും അറിവുള്ളൊരു ആളായിരിക്കും. കലാകായികപരമായ കാര്യങ്ങളിൽ അറിവ് ഇതൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും. ഒരു മാസ്റ്റർ, ഒരു ഗുരുസ്ഥാനം ഒക്കെ വഹിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്തിപ്പെടാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള ആളുകളിലേക്കായിരിക്കും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ചന്തു. അതുപോലെ മീൻസ് റിലേഷൻഷിപ്പിലായെങ്കിൽ പോലും, ആയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും കൂടുതലും സെലക്ട് ചെയ്യുക. ആ ഒരു റേഡിയേഷൻ ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ ഫാമിലിയിൽ ഭക്ഷണം, കൃഷി, അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഭക്ഷണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ടലോ, ഓൾറെഡി ഇപ്പം ഇവിടെ കാറ്ററിങ് കാര്യങ്ങളുണ്ട്, അല്ലാതെ ഉണ്ട്. ഓക്കെ. അമ്മയുടെ ഫാമിലിയോ കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഉറക്കത്തിൽ ഞെട്ടുക അങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലേ? എന്തെങ്കിലും പെട്ടെന്ന് കണ്ട് പേടിക്കുക ഉറക്കത്തിൽ, ഇതൊക്കെ പരിപാടി ഉണ്ട്. ഓക്കെ ഓക്കെ, ഉണ്ടാവും. ചന്ദ്രൻ്റെ ആവുന്ന ഞാനെങ്ങനെ പറയുന്നില്ല, ഇത്ര കറക്റ്റായിട്ടാണ് ആലോചിക്കുന്നത്. ഞാനത് വീട്ടിൽ പറയുകയും ചെയ്തല്ലേ? എന്നിട്ട് ഞാൻ അമ്മമ്മയുടെ കൂടെ പോയി കിടന്നു പേടിച്ചിട്ട്. കൊള്ളാം. അതുപോലെ തന്നെ ചന്തുവിന് ഈ നമ്മുടെ ഈ പൈതൃകം, അതായത് പാരമ്പര്യത്തോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്, അല്ലേ? പാരമ്പര്യം അതുപോലെ അറ്റാച്ച്മെൻ്റാണ്. 28 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് അത് കഴിയുമ്പോഴേ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളിൽ നിന്നും മീൻസ് ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കാശ് അനാവശ്യമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. സംഭാഷണ രീതി, എടുത്തടിച്ചുള്ള സംസാരം, അത് ശത്രുക്കളുണ്ടാകും, മനസ്സിലായോ? പിന്നെ ഗുരുക്കന്മാരെ നിന്ദിക്കാതിരിക്കുക. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ടീച്ചർമാരുടെ കണ്ണിലുണ്ണി ആയിരിക്കും ചിലപ്പോൾ, അല്ലേ? ടീച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഗുരുക്കന്മാരെ നിന്ദിക്കാതെ അവർക്ക് വേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുത്ത് തന്നെ നിൽക്കുക, മനസ്സിലായോ? പ്രത്യേകിച്ച് ഏത് മേഖലയിലായാലും, അത് സ്കൂളിലായാലും ഇവിടെ ആയാലും ആ രീതി അത് ഫോളോ അപ്പ് ചെയ്യുക. സഹോദരങ്ങൾ ആണെങ്കിൽ പോലും, ഒരു സ്ഥാനത്ത് സഹോദരങ്ങളാണെങ്കിൽ പോലും സഹോദരങ്ങളോടും എടുത്തു പറയുന്നു. കാരണം മനസ്സിലായല്ലോ, കറക്റ്റായിട്ട് പറയണ്ടല്ലോ, വേണ്ട. സഹോദരങ്ങളോടും ആ രീതിയിൽ. നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ മക്കള്? വേറെ കുട്ടികളൊന്നുമില്ല? ഏറ്റവും ഏത് ഇയാളാണ്? ഈ ഫാമിലിയിൽ ദുർമരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സൂയിസൈഡോ ആക്സിഡൻറ്റോ, കുട്ടികൾ മരണപ്പെടുകയോ, അബോർഷൻസോ അങ്ങനെ എന്തെങ്കിലും? അമ്മയ്ക്കൊരു ബ്രദർ മരിച്ചു. എങ്ങനെയാണ്? കൊച്ചിലെ തന്നെ, ചെറുപ്പത്തിൽ തന്നെ. അത് അവർ ട്വിൻസ് ആയിരുന്നു. ഈ ഫോണിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കോൺടാക്ട്സ് ഉണ്ടോ? രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്ന, സ്കൂളിൽ ഏതെങ്കിലും പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന, സന്നദ്ധ പ്രവർത്തനമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അങ്ങനെ ആരെങ്കിലുമായിട്ടുള്ള ഒരു കോൺടാക്ട്സ് ഉണ്ടാവണം? ഇല്ല. അങ്ങനെ ആരെങ്കിലുമായിട്ട് ഫോൺ അല്ലെങ്കിൽ തന്നെ നേരിട്ട് പരിചയം കാര്യങ്ങളോ ഉണ്ടാവണം? ഉണ്ട്. രാഷ്ട്രീയക്കാരുമായിട്ട് അടുത്ത ബന്ധം കീപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടാവും അല്ലേ? ഉണ്ട്. IT മേഖലയോട് താല്പര്യമുണ്ടോ?
ആ ഓക്കെ. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൈസ അനാവശ്യമായിട്ട് കളയാതിരിക്കാൻ ശ്രമിക്കുക. പൈസ കയ്യിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. മനസ്സിലായോ? വേഗത ഇഷ്ടമാണ്, സ്പീഡ് അത് സൂക്ഷിക്കണം. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. എല്ലാ കാര്യത്തിനും പെട്ടെന്ന് സ്പീഡ് ചെയ്യണം. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. സ്പീഡ് കൺട്രോൾ ചെയ്യണം. മനസ്സിലായോ? പിന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും അട്രാക്റ്റ് ചെയ്യും. മറ്റോട് സംസാരിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് സംസാരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് മനസ്സിലല്ലേ. എല്ലാവരും വളരെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും. പിന്നെ ഒരു ടീമിനെയൊക്കെ നയിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. ഒരു കൂട്ടം ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ ഇന്നൊരു പൊസിഷൻ കീപ്പ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇൻട്രസ്റ്റ് ആണ്. സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അത് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ ഈ ആസ്ട്രോളജിയോടെ അത്ര ഡീപ്പായിട്ടുള്ള വിശ്വാസം, അധികം ഈശ്വര വിശ്വാസം ഇല്ലാത്തൊരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അപ്പം കുഴപ്പമില്ല എന്നാലും പക്ഷെ അതിലേക്ക് എത്തും. ഒരു പ്രായം കഴിയുമ്പോഴത്തേനും ആ ഒരു രീതിയിലോട്ട് ചന്ദ്രൻ മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അതങ്ങനെയാണ്. ചന്ദ്രനെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. ചന്ദ്രനെ കല്യാണം കഴിക്കുവാണെങ്കിലും ഭർത്താവുമായിട്ടും ഉണ്ടാവുമല്ലോ, ആ ഇഷ്യൂസ് ഉണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം തൊട്ട് അത് കൺട്രോൾ ചെയ്യുക. ആ ഒരു നമ്മളെങ്ങനെ സംസാരിക്കണം എല്ലാം പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അത് ശരിയാവത്തില്ല. മനസ്സിലായോ? അത് കാരണം തന്നെ എന്തോരം അടിയോടെ. പിന്നെ അതുപോലെ തന്നെ മടി അത് മാറ്റണം. എല്ലാ കാര്യത്തിലും നല്ല കഴിവും ടാലൻറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ മടി എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര പ്രശ്നമാണ്. മടി മാറ്റണം. മടിയുണ്ട്. മടി മാറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേക്കപ്പിനോടൊക്കെ താല്പര്യമുണ്ടോ? ഈ ഇടയ്ക്ക് ഞാനത് പഠിച്ചു തുടങ്ങിയ. ചെവിക്ക് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. കണ്ണും ശ്രദ്ധിച്ചോ? സമയം കിടക്കുന്നതേ ഉള്ളൂ. കണ്ണൊക്കെ ശ്രദ്ധിച്ചു. ഉണ്ട്. കേൾവി ശക്തിയൊക്കെ ഒരുപാട് സമയം ഹെഡ്സെറ്റ് ഒന്നും വെച്ചോണ്ടിരിക്കരുത്. നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഡീറ്റെയിലായിട്ട് നോക്കിയില്ല. ഡീറ്റെയിലായിട്ട് നോക്കണം. എല്ലാം സത്യമാണ്. എന്ത് തോന്നി? ഇത്രയും ഡീപ്പായിട്ട് പറയുമെന്ന് വിചാരിക്കില്ലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ചില സ്ഥലങ്ങളിൽ നമുക്കുണ്ടാവുന്ന മനസ്സിലായില്ല രീതിയിൽ ഉണ്ടല്ലേ. അത് മാറ്റണം. അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഭാവി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചോളം ചെയ്യാനായിട്ട്. മനസ്സിലായി. അപ്പോൾ അത് ചെയ്യുക. ഹാപ്പി അല്ലേ കാര്യങ്ങളിൽ? നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കറക്റ്റാണല്ലേ? സന്തോഷമായല്ലോ. സന്തോഷമായി.